നമസ്കാരം. വഴി നടക്കാനുള്ള അവകാശം അതൊരു അവശ്യ അവകാശമാണ്. അവശ്യമെന്ന് പറഞ്ഞാൽ വായു പോലെ, വെള്ളം പോലെ, വെളിച്ചം പോലെ മനുഷ്യ ജീവിതത്തിന് അത്യന്താപേക്ഷിതമായ അവകാശമാണ് വഴി അവകാശം. വഴി അവകാശത്തെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട് ഈ വീഡിയോയിൽ. ഇന്ന് അതുമായി ബന്ധപ്പെട്ട മറ്റൊരു വിഷയമാണ് പറയുന്നത്. റോഡിനോ വഴിക്കോ നമ്മുടെ സ്ഥലം വിട്ടു നൽകുന്നത് എങ്ങനെ, അല്ലെങ്കിൽ വഴിക്കോ റോഡിനോ നമ്മുടെ സ്ഥലം വിട്ടു നൽകുന്നതിനുള്ള നടപടിക്രമങ്ങൾ എന്തെല്ലാമാണ്? അങ്ങനെ ആരെങ്കിലും സ്ഥലം വിട്ടു നൽകുന്നുണ്ടെങ്കിൽ അതിൽ നമുക്ക് ലഭിക്കുന്ന അവകാശം എപ്രകാരമാണ്? ഇതൊക്കെയാണ് ഇന്നത്തെ വിഷയം. വീഡിയോയിലേക്ക് പോകാം. വഴി എന്ന് പറയുമ്പോൾ നടവഴിയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. സുമാർ 3 അടി എന്ന് വെച്ചാൽ 90 സെന്റിമീറ്റർ വഴി. ഇത് ഒരു സ്ഥലത്തേക്ക് പ്രവേശിക്കാനും പുറത്തേക്ക് പോകാനുമുള്ള സൗകര്യം. ഇൻഗ്രസ് ആൻഡ് എഗ്രസ് എന്ന് പറയും. ഇത് ശരിക്കും ഒരു അവകാശമാണെന്നാണ് നമ്മുടെ ഈ വീഡിയോയിൽ നമ്മൾ കണ്ടെത്തിയത്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ചേർക്കാം. സമയം കിട്ടുമ്പോൾ അതൊന്ന് കാണുമല്ലോ. നമ്മൾ തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട കുറച്ച് നല്ല വിവരങ്ങൾ ഈ വീഡിയോയിൽ ഉണ്ട്. ഓക്കെ, റോഡ് എന്ന് പറയുമ്പോൾ സുമാർ 3 മീറ്റർ വീതിയിലുള്ള വഴി, അല്ലെങ്കിൽ വാഹനങ്ങൾ കൊണ്ടുവരാനുള്ള റോഡ്, വഴിയായും റോഡായും ഉപയോഗിക്കാവുന്ന സ്ഥലം. ഇക്കാലത്ത് വലിയ വാഹനങ്ങൾ കയറ്റാവുന്ന ഇത്തരം റോഡുണ്ടെങ്കിൽ ആ സ്ഥലത്തിന് നല്ല ഡിമാൻഡാണ്, ഉയർന്ന വിലയാണ്. റിയൽ എസ്റ്റേറ്റുകാർ ഇതിനെ ലോറി സൈറ്റ് എന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ? സാധാരണ വഴി മാത്രമുള്ള ചെറിയ വില കിട്ടുന്ന ഒരു പ്ലോട്ടിനെ ഇങ്ങനെ ലോറി സൈറ്റ് ആക്കി മാറ്റാൻ വേണ്ടി റോഡ് നിർമ്മിച്ച് നല്ല വിലയ്ക്ക് വിൽക്കാൻ കഴിയും. നമ്മൾ വിഷയത്തിലേക്ക് വരികയാണ്. ഇങ്ങനെ ലോറി സൈറ്റ് നിർമ്മിക്കാൻ വേണ്ടി വലിയ റോഡ് വെട്ടുമ്പോൾ അതിൻ്റെ അവകാശം റവന്യൂ രേഖകളിൽ എങ്ങനെ ക്രമപ്പെടുത്തുമെന്ന് നോക്കാം. ഇത് മനസ്സിലാക്കണമെങ്കിൽ പൊതുസ്ഥലം, സ്വകാര്യ സ്ഥലം എന്ന 2 കോൺസെപ്റ്റുകൾ കൂടി മനസ്സിലാക്കണം. സ്വകാര്യ സ്ഥലം എന്ന് പറഞ്ഞാൽ ഒരാളുടെ എക്സ്ക്ലൂസീവ് പൊസഷനിലുള്ള ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടി. അതിന് അതിർത്തി തിരിച്ച് മതിൽ കെട്ടി ഗേറ്റ് ഇട്ട് നിലനിർത്താൻ ആർക്കാണോ അവകാശമുള്ളത് അയാളുടെ സ്വകാര്യ സ്ഥലമാണ് അതെന്ന് പറയാം. എന്നാൽ മതിൽ കെട്ടി ഗേറ്റിടാൻ കഴിയാത്ത സ്ഥലമാണ്, അല്ലെങ്കിൽ മതിൽ കെട്ടാൻ തുടങ്ങിയാൽ തർക്കം വരാവുന്ന സ്ഥലം. അങ്ങനെയാണെങ്കിൽ അതിനെ പൊതുസ്ഥലം അല്ലെങ്കിൽ പബ്ലിക് പ്രോപ്പർട്ടി എന്നാണ് പറയുന്നത്. എന്താണ് പബ്ലിക് പ്രോപ്പർട്ടി? ഒന്നിലധികം സ്വകാര്യ വ്യക്തികൾ ഉപയോഗിക്കുന്ന, അല്ലെങ്കിൽ ഏതൊരാൾക്കും ഉപയോഗിക്കാവുന്ന വഴി, റോഡ്, കളിസ്ഥലം, തെരുവ് തുടങ്ങിയ സ്ഥലങ്ങളെല്ലാം പൊതുസ്ഥലങ്ങളാണ് എന്ന് പറയാം. സ്വകാര്യ സ്ഥലത്ത് നമ്മൾ മതിൽ കെട്ടി ഗേറ്റ് ഇടുമ്പോൾ ആരും തർക്കം പറയുന്നില്ല. എന്നാൽ പൊതുസ്ഥലത്ത് നമ്മൾ മതിൽ കെട്ടാൻ ശ്രമിച്ചാൽ തർക്കം വരും. അതുകൊണ്ടാണ് ആ സ്ഥലത്ത് മതിൽ കെട്ടുന്നതിന് മുൻപ് പെർമിറ്റ് എടുക്കണമെന്നത് നിർബന്ധമാക്കിയിരിക്കുന്നത്. ഇതിനെക്കുറിച്ച് ഈ വീഡിയോയിൽ വിശദമായി പറയുന്നുണ്ട്. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ചേർക്കാം. സമയം കിട്ടുമ്പോൾ അതൊന്ന് കാണുമല്ലോ. ലീഗൽ പ്രിസം ഇത്തരം ധാരാളം വിഷയങ്ങൾ നേരത്തെ പരിശോധിച്ച് പറഞ്ഞിട്ടുണ്ട്. സബ്സ്ക്രൈബ് എന്ന ടാബ് ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ആക്കിയവർക്ക് മാത്രമേ അതെല്ലാം പിന്നീട് സമയം കിട്ടുമ്പോൾ വീണ്ടും എടുക്കാൻ കഴിയൂ എന്നറിയാമല്ലോ. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് പൊതുസ്ഥലം, സ്വകാര്യ സ്ഥലം. സ്വകാര്യ സ്ഥലത്തിന് വഴിയായി സ്ഥലം നൽകുന്നത് എങ്ങനെയാണെന്ന് ആദ്യം പറഞ്ഞിട്ട് പൊതുവഴിക്ക് സ്ഥലം നൽകുന്നത് പറയാം. സ്വകാര്യ സ്ഥലം എന്ന് പറഞ്ഞാൽ ഗേറ്റ് ഇടാവുന്ന സ്ഥലം. അങ്ങനെ ഗേറ്റ് ഇടാവുന്ന സ്ഥലത്തിൻ്റെ പരിപൂർണ ഉടമസ്ഥത ആ ഉടമയ്ക്ക് തന്നെയായിരിക്കും. അതുകൊണ്ട് ഒരു സ്വകാര്യ സ്ഥലത്തേക്ക് വഴിക്കായി സ്ഥലം വിട്ടുകൊടുക്കുകയാണെങ്കിൽ ഒരിക്കലും അത് വഴിക്ക് വിട്ടുകൊടുക്കുന്നു എന്ന ആധാരത്തിൽ എഴുതാൻ പാടില്ല. കാരണം വഴിക്ക് വേറെ രീതിയിലാണ് അവകാശം വരുന്നത്. അതിനെ ഹെറിറ്റേജ് എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഒരു സംശയം മനസ്സിൽ വന്നു. ആധാരം എഴുതണോ അതോ വെള്ള പേപ്പറിൽ അല്ലെങ്കിൽ 100 രൂപ സ്റ്റാമ്പ് പേപ്പറിൽ എഴുതിയാൽ മതിയോ എന്ന്. പോരാ, ഭൂമി മതിൽ കെട്ടി ഗേറ്റ് ഇടുകയാണെങ്കിൽ രജിസ്ട്രേഷൻ നിർബന്ധമാണ്. വെള്ള പേപ്പറിലോ 100 രൂപ സ്റ്റാമ്പ് പേപ്പറിലോ എഴുതിയാൽ ഗേറ്റ് ഇടാൻ കഴിയില്ല. തർക്കം നിലനിൽക്കും എന്ന് വെച്ചാൽ അവകാശം പൂർണ്ണമായി കൈമാറിയിട്ടില്ല. അതവിടെ നിൽക്കട്ടെ. സംശയമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. കൂടുതൽ പേർക്ക് ഉപയോഗിക്കാവുന്ന രീതിയിൽ
ഭൂമി വിട്ടു നൽകുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം, റവന്യൂ രേഖകളിൽ എങ്ങനെ ക്രമപ്പെടുത്തണം എന്ന് നോക്കാം. സാധാരണയായി ഗേറ്റ് ഇടാൻ കഴിയാത്ത ഭൂമികളാണല്ലോ പൊതുസ്ഥലം എന്ന് പറയുന്നത്. അത്തരം ഭൂമിയുടെ ടാക്സ് റൈറ്റ് ഓഫ് ചെയ്യണം. വഴിയായോ റോഡായോ ഉപയോഗിക്കുന്നതിന് നീക്കിവെച്ച സ്ഥലത്തിൻ്റെ ഭൂനികുതി പിന്നീട് ഉടമ അടയ്ക്കേണ്ടതില്ല. അതിനായി ഭൂനികുതി റൈറ്റ് ഓഫ് ചെയ്യുന്നതിന് സ്ഥലത്തെ റവന്യൂ ഡിവിഷണൽ ഓഫീസർക്ക് ഫോറം എയിൽ ഒരു അപേക്ഷ ഫയൽ ചെയ്യണം. നേരിട്ടോ തപാലിലോ ഇത് ചെയ്യാം. യാതൊരുവിധ സ്റ്റാമ്പും വേണ്ട, കാരണം ഭൂമി പൊതു ആവശ്യത്തിലേക്ക് വിട്ടു നൽകുന്നതാണല്ലോ. എ ഫോറം അപേക്ഷ കിട്ടിക്കഴിഞ്ഞാൽ അത് റവന്യൂ ഡിവിഷണൽ ഓഫീസിൽ സൂക്ഷിച്ചിട്ടുള്ള റിലിംഗ്വിഷ്മെന്റ് രജിസ്റ്ററിൽ എൻട്രി ഇട്ട് നേരെ താലൂക്ക് തഹസീൽദാർ വഴി വില്ലേജ് ഓഫീസർക്ക് അയച്ചു കൊടുക്കും. അദ്ദേഹം ആ സ്ഥലം പരിശോധിച്ച് സ്കെച്ച്, മഹസർ എന്നിവ തയ്യാറാക്കും. ആവശ്യമെങ്കിൽ താലൂക്ക് സർവേയറുടെ സഹായം കൂടി അഭ്യർത്ഥിക്കും. കൂടാതെ വില്ലേജ് ഓഫീസർ ആ സ്ഥലത്തെ സബ് രജിസ്ട്രിയിൽ നിന്നും കൈമാറുന്ന സ്ഥലത്തിന്റെ കുടിക്കട സർട്ടിഫിക്കറ്റ് വാങ്ങി ആ സ്ഥലത്തിന്മേൽ ഏതെങ്കിലും എൻകംഫറൻസ് ഉണ്ടോ എന്ന് തിട്ടപ്പെടുത്തും. ആ സ്ഥലത്തിൽ ഏതെങ്കിലും ബാധ്യതകളോ കോടതി അറ്റാച്ച്മെന്റുകളോ റവന്യൂ റിക്കവറിയോ ഉണ്ടെങ്കിൽ അത് പരിഹരിച്ച ശേഷമേ റിലിംഗ്വിഷ്മെന്റ് സാധ്യമാകൂ. സ്ഥലത്തിന്റെ മഹസർ തയ്യാറാക്കുന്ന സമയത്ത് വില്ലേജ് ഓഫീസർ അപേക്ഷകന് ഒരു മഹസർ പകർപ്പ് നൽകുകയും ഫോറം ബിയിൽ ഒരു സമ്മതപത്രം വാങ്ങുകയും ചെയ്യും. ഇങ്ങനെ സ്ഥലത്തിന്റെ സ്കെച്ച്, മഹസർ, ബാധ്യത ഇവ തിട്ടപ്പെടുത്തി കഴിഞ്ഞാൽ വിശദമായ റിപ്പോർട്ട് സഹിതം ആ അപേക്ഷ താലൂക്ക് തഹസീൽദാർ വഴി റവന്യൂ ഡിവിഷനിലേക്ക് അയക്കുന്നു. റവന്യൂ ഡിവിഷണൽ ഓഫീസർ അത് പരിശോധിച്ച ശേഷം ഫോറം സിയിൽ ഒരു നോട്ടീസ് പ്രസിദ്ധീകരിക്കും. ഇത് എന്തിനാണെന്ന് ചോദിച്ചാൽ ഭൂമി സർക്കാരിലേക്ക് എടുക്കാൻ പോകുകയാണ്. ആർക്കെങ്കിലും എന്തെങ്കിലും ആക്ഷേപം അറിയിക്കാനുണ്ടോ എന്നാണ് ഫോറം സിയിൽ ചോദിക്കുന്നത്. അപ്പോൾ ആർക്ക് വേണമെങ്കിലും അവകാശവാദം ഉന്നയിക്കാം. അവകാശമുണ്ടായിരിക്കണമെന്ന് മാത്രം. അവകാശവാദങ്ങൾ കേട്ട ശേഷം ആ അപേക്ഷയിൽ റവന്യൂ ഡിവിഷണൽ ഓഫീസർ പ്രൊസീഡിംഗ്സായി ഒരു അന്തിമ തീരുമാനം കൈക്കൊള്ളും. അതിന്റെ പകർപ്പ് അപേക്ഷകന് അയച്ചു കൊടുക്കും. അന്തിമ തീരുമാനം കൈക്കൊണ്ടു കഴിഞ്ഞാൽ അപേക്ഷകന് പിന്നീട് ആ സ്ഥലത്തിൽ യാതൊരു അവകാശവും ഉണ്ടായിരിക്കുന്നതല്ല. അങ്ങനെ സ്ഥലം വിട്ടു നൽകിയതിന്റെ പേരിൽ അപേക്ഷകന് സർക്കാരിനോട് യാതൊരു അവകാശമോ ആനുകൂല്യമോ ചോദിക്കാനാകില്ല. സ്ഥലം തിരികെ വേണമെന്നും പറയാനാകില്ല. അങ്ങനെ വന്നിട്ടുള്ള നിരവധി സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അൺകണ്ടീഷണൽ ആയിട്ടാണ് സ്ഥലം ദാനമായി നൽകിയിരിക്കുന്നത്, ഭൂദാനം. എന്നിരുന്നാലും വീട് നിർമ്മാണത്തിൽ സെറ്റ് ബാക്ക് ഏരിയയിൽ ഇളവ് ലഭിക്കുന്നതിന് അർഹത ലഭിക്കുന്നുണ്ട്. അത് മറ്റൊരു വീഡിയോയിൽ പറയാം. ഇങ്ങനെ RDO ഉത്തരവ് പുറപ്പെടുവിക്കുന്നതിൻ്റെ കോപ്പി താലൂക്കിലെ ഭൂരേഖ പരിപാലിക്കുന്ന തഹസീൽദാർക്കും വില്ലേജിലെ ഭൂരേഖകൾ പരിപാലിക്കുന്ന വില്ലേജ് അസിസ്റ്റന്റിനും അയച്ചു കൊടുക്കും. തഹസീൽദാർ RDO ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ഭൂമിയിലെ നികുതി റൈറ്റ് ഓഫ് ചെയ്തുകൊണ്ട് ഒരു പ്രൊസീഡിംഗ്സ് പുറപ്പെടുവിക്കും. ഭൂനികുതി കുറവ് ചെയ്താൽ അത് സംസ്ഥാനത്തിന്റെ റവന്യൂ വരവിൽ കുറവ് വരുത്തും. വരവിനങ്ങളെ റവന്യൂ വകുപ്പ് മുതൽ വെച്ചാണ് പിരിച്ചെടുക്കുന്നത്. കുറവ് ചെയ്ത അത്രയും റവന്യൂ മുതലിൽ കുറയും. അതിനായി ഭൂനികുതി റൈറ്റ് ഓഫ് ചെയ്ത ഉത്തരവ് താലൂക്കിലെ മുതൽ ഭാഗം രജിസ്റ്ററിൽ കുറവെഴുതുന്നതിനായി DCB സെക്ഷനിലേക്കും പുറമ്പോക്ക് രജിസ്റ്റർ ക്രമീകരിക്കുന്നതിനായി LRM സെക്ഷനിലേക്കും അയക്കും. LRM സെക്ഷനിൽ നിന്നും അപ്രൂവ്ഡ് സ്കെച്ച് സഹിതം തഹസീൽദാരുടെ പ്രൊസീഡിംഗ്സ് വില്ലേജ് ഓഫീസർക്ക് നൽകും. വില്ലേജ് ഓഫീസർ ഉത്തരവ് പ്രകാരം 1-ാം നമ്പർ സർക്കാർ ഭൂമിയുടെ രജിസ്റ്റർ, BTR സപ്ലിമെന്റ്, തണ്ടപ്പേർ അക്കൗണ്ട് എന്നിവയിൽ എൻട്രി ഇടുകയും ആ ഉത്തരവ് പ്രത്യേക മെമ്മോ ഫയലിൽ സൂക്ഷിക്കുകയും ചെയ്യും. ലാൻഡ് ഇൻഫർമേഷൻ സിസ്റ്റം എന്ന പോർട്ടലിൽ ഇതിന് ഓപ്ഷനുണ്ട്. അതിൽ പ്രൊസീഡിംഗ് സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്ത് താലൂക്കിലേക്ക് വീണ്ടും അയച്ച് റാറ്റിഫിക്കേഷൻ വാങ്ങുകയും ചെയ്യും. ഇത്രയും സങ്കീർണമായ നടപടികളിലൂടെയാണ് ഭൂമി സർക്കാരിലേക്ക് വിട്ടൊഴിയുന്നത്. ഭൂമി വിട്ടൊഴിഞ്ഞു നൽകിയ ഉത്തരവ് പകർപ്പ് നമ്മൾ കൈവശം സൂക്ഷിക്കേണ്ടതാണ്. എങ്കിൽ മാത്രമേ വിട്ടൊഴിഞ്ഞതുമായി ബന്ധപ്പെട്ട സെറ്റ് ബാക്ക് ഏരിയയിലുള്ള ഇളവ് ഭാവിയിൽ ക്ലെയിം ചെയ്യാനാകൂ.
ചിലപ്പോൾ ഭൂമി വിട്ടൊഴിഞ്ഞു നൽകിയവർ അതിനുള്ള അപേക്ഷ നൽകാത്ത സാഹചര്യം ഉണ്ട്. ചിലപ്പോഴല്ല, മിക്കപ്പോഴും അങ്ങനെയാണ് കണ്ടുവരാറുള്ളത്. അത്തരം വിട്ടൊഴിയൽ ഭാവിയിൽ എപ്പോഴെങ്കിലും സെറ്റിൽമെന്റ് നടക്കുമ്പോൾ റെഗുലറായി കൊള്ളും. ഇപ്പോൾ ഡിജിറ്റൽ സർവേ നടന്നു വരികയാണ്. അതൊരു സെറ്റിൽമെന്റ് ആണെന്ന് അറിയാമല്ലോ. അതിലെ 9(2) പബ്ലിഷ് ആകുമ്പോൾ ഈ നടപടികൾ അതിൽ ക്രമപ്പെട്ടുകൊള്ളും. പക്ഷെ നമ്മൾ ഭൂമി വിട്ടുകൊടുത്തതിനുള്ള തെളിവോ ആനുകൂല്യമോ ലഭിക്കില്ലെന്ന് മാത്രം. ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു സുപ്രധാന നിയമകാര്യമാണ് ഇനി പറയുന്നത്. പഞ്ചായത്ത് രാജ് ആക്ട് പ്രകാരം വസ്തു ആർജിക്കലിനും വിട്ടൊഴിയലിനും പ്രൊവിഷനുണ്ട്. സമാനമായ പ്രൊവിഷൻ മുനിസിപ്പൽ ആക്ടിലും ഉണ്ട്. ഇവിടെ പഞ്ചായത്തിൻ്റെ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയുടെ കാര്യത്തിൽ ഒരു പബ്ലിക് വാഷ്റൂം നിർമ്മിക്കാൻ ഒരാൾ 2 സെന്റ് സ്ഥലം നൽകുകയാണ് എന്നിരിക്കട്ടെ. സൗജന്യമായി വിട്ടു നൽകുകയാണ്. അന്നേരം പഞ്ചായത്ത് സെക്രട്ടറി ഒരു അപേക്ഷയുമായി വില്ലേജ് ഓഫീസിലെത്തി രേഖകളിൽ മാറ്റം വരുത്തി നൽകാൻ ആവശ്യപ്പെടാറുണ്ട്. ചിലപ്പോൾ സ്ഥലമുടമയിൽ നിന്നും വെള്ള പേപ്പറിൽ ഒരു സമ്മതപത്രവും എഴുതി വാങ്ങും. ഇത് ശരിയായ നടപടിക്രമം അല്ല. ശരിയായ നടപടിക്രമം നേരത്തെ പറഞ്ഞതാണ്. തെറ്റായ നടപടിക്രമം പാലിക്കുന്നതുകൊണ്ട് കാര്യം നടക്കാതെ വരും. ഇനി നേരത്തെ പറഞ്ഞ ശരിയായ നടപടിക്രമം പാലിച്ച് ഭൂമി സർക്കാരിലേക്ക് എടുത്തു എന്നിരിക്കട്ടെ. അവിടെയും ഗുരുതരമായ ഒരു നിയമപ്രശ്നം ഉണ്ടാകും. സർക്കാരിലേക്ക് എടുത്ത സ്ഥലം സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ അക്കൗണ്ടിലേക്കാണ് പോകുന്നത്. അത്തരം സ്ഥലം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നൽകണമെങ്കിൽ സ്ഥലത്തിന്റെ മാർക്കറ്റ് വില സ്റ്റേറ്റ് ഗവൺമെന്റിലേക്ക് കെട്ടണമെന്നുണ്ട്. തദ്ദേശ സ്ഥാപനം സർക്കാരിന്റെ ഭരണവകുപ്പ് അല്ലാത്തതുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. ഭരണവകുപ്പാണെങ്കിൽ ആ വകുപ്പിന്റെ അക്കൗണ്ടിൽ നിന്നും ബുക്ക് ട്രാൻസ്ഫർ മുഖേന ചെയ്യാൻ കഴിയുന്നതാണ്. ഉദാഹരണമായി, പോലീസ് സ്റ്റേഷന് സ്ഥലം കൈമാറുകയാണെങ്കിൽ പോലീസ് വകുപ്പിന്റെ കയ്യിൽ നിന്നും മാർക്കറ്റ് വില ബുക്ക് ട്രാൻസ്ഫറിലൂടെ റവന്യൂ വകുപ്പ് ഈടാക്കിയേനെ. ഇവിടെ പഞ്ചായത്ത് ഒരു സ്ഥാപനം ആകയാലാണ് ഭൂമി കൈമാറ്റം സാധ്യമാകാത്തത്. ആ ഒരു സാങ്കേതിക തടസ്സം നീക്കാൻ വളരെ ലളിതമായ ഒരു രീതിയുണ്ട്. പഞ്ചായത്തിന് 2 സെന്റ് സ്ഥലം നൽകാമെന്ന് പറഞ്ഞയാളിൽ നിന്നും ആ സ്ഥലം രജിസ്റ്റർ ചെയ്ത് പഞ്ചായത്ത് സെക്രട്ടറിയുടെ പേരിലേക്ക് വാങ്ങുക. രജിസ്ട്രേഷന് സ്റ്റാമ്പ് ഡ്യൂട്ടി ഇല്ല. ഇങ്ങനെ വാങ്ങിയാൽ ആ സ്ഥലം പഞ്ചായത്തിന്റെ തനത് ആസ്തിയായി നിലനിർത്താൻ കഴിയും. ഇവിടെ ഭൂനികുതി കുറവ് ചെയ്യുന്നില്ല. അതിനാൽ സെക്രട്ടറി ഭൂനികുതി ഒടുക്കാൻ ബാധ്യസ്ഥനായിരിക്കും. സെക്രട്ടറിയുടെ പേരിൽ പോക്കുവരവ് ചെയ്ത് തണ്ടപ്പേർ പിടിച്ചാണ് റവന്യൂ രേഖകൾ ക്രമപ്പെടുത്തുന്നത്. അതിൽ പഞ്ചായത്തിന്റെ പ്രോജക്റ്റുകൾ യഥേഷ്ടം നിർമ്മിക്കാൻ കഴിയും. റോഡിനോ അതുപോലുള്ള പൊതുസ്ഥലമായോ ആണ് വിട്ടു നൽകുന്നതെങ്കിൽ എപ്പോഴും നികുതി കുറവ് ചെയ്ത് പുറംപോക്കിൽ നിലനിർത്തുന്നതാണ് അഭികാമ്യം. അങ്ങനെയായാൽ കേരള ഭൂസംരക്ഷണ നിയമത്തിന്റെ പരിരക്ഷ ആ സ്ഥലത്തിന് ലഭിക്കും എന്ന മെച്ചമുണ്ട്. ഇത്രയുമൊക്കെയാണ് ഇന്ന് പറയാനുള്ളത്. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. ദിസ് ഈസ് ലീഗൽ പ്രിസം, ലോ മേ DC. താങ്ക് യു.